ഹലോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ്. മെയിൻലി 4 പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. ആദ്യം എന്താണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ലൈക്ലി ഡിഫറെൻറ്റ് ഔട്ട്കംസ് ആർ ഇൻ എ സിറ്റുവേഷൻ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട്, ആ സിറ്റുവേഷനിലെ ഔട്ട്കംസ്, ഓരോ ഔട്ട്കംസിനും എത്ര ശതമാനം ചാൻസ് ഉണ്ട് എന്നാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം മഴ പെയ്യാൻ ഒരു 45% ചാൻസ് ഉണ്ട്. ഇപ്പോൾ മഴ പെയ്യാതിരിക്കാനോ 55% ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നാൽ ഇങ്ങനെ ചാൻസസിൻ്റെ പെർസെൻറ്റേജസ് ഉണ്ടാവില്ല. അതിനാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മഴൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് 45-55 ഫോർ ആൻ എക്സാമ്പിൾ. ഇനിയിപ്പം ഇഫ് യു റെക്കോർഡ് ദ മാർക്സ് ഓഫ് 1000 സ്റ്റുഡൻസ്, 1000 കുട്ടികളുടെ മാർക്ക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും കുട്ടികളുടെ മാർക്ക് നിയർ ദ ആവറേജ് ആയിരിക്കും. വെരി ഫ്യൂ കുട്ടികളുടെ മാർക്ക് മാത്രമേ എക്സ്ട്രീംലി ഹൈ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രീംലി ലോ ഉണ്ടാവും. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു മേജർ ഫീച്ചർ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഏറ്റവും കോമൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷനിലാണ് ഈ കാര്യം ഒന്നും കൂടി പറയുന്നത്. ഒരു മോസ്റ്റ് വാല്യൂസ് ക്ലസ്റ്റർ നിയർ ദ മിഡിൽ എന്ന് വെച്ചാൽ ആവറേജ്. നമ്മളൊരു എന്ത് ഡാറ്റ എടുത്തു കഴിഞ്ഞാലും അതിലെ മോസ്റ്റ് ഏരിയ ഏകദേശം ആവറേജിൻ്റെ അടുത്താണ് വരിക. വളരെ കുറച്ച് മാത്രമേ ഒന്നെങ്കിൽ ഭയങ്കര ഹൈ ആവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലോ ആവുള്ളൂ. എക്സാം മാർക്സ് ഓഫ് എ ലാർജ് ക്ലാസ്, മോസ്റ്റ് സ്റ്റുഡൻസ് സ്കോർ നിയർ ദ ആവറേജ്. മിക്കവാറും കുട്ടികൾ ആവറേജ് മാർക്കായിരിക്കും വാങ്ങുക. അതിൻ്റെ ഒരു കേർവ് വരച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതുണ്ടല്ലേ, ആ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഭയങ്കര ബൾക്കായിട്ടുള്ള ഏരിയ ആണ് ആവറേജ്. ആ ഏരിയയിലാണ് മിക്കവാറും സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഉണ്ടാവുക. വളരെ കുറച്ച് ആൾക്കാർക്ക് വെരി ലോ മാർക്സ് ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് ആൾക്കാർക്ക് വെരി ഹൈ മാർക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേർവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ കേർവിൻ്റെ ഫീച്ചേഴ്സ് അടുത്ത സ്ലൈഡിൽ പറയാം. അതിൻ്റെ മുമ്പ് വേറെ എക്സാമ്പിൾ കൂടി നോക്കാം. ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ആവറേജ് ഹൈറ്റ് ആയിരിക്കും മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാവുക. കുറച്ച് ആൾക്കാർക്ക് എക്സ്ട്രീംലി ടോൾ ഹൈറ്റ് ഉണ്ടാവുള്ളൂ, കുറച്ച് ആൾക്കാർ മാത്രമേ ഷോർട്ട് ഹൈറ്റ് ഉണ്ടാവൂ. ഇനി പാക്കേജ്ഡ് ബിസ്ക്കറ്റ്സ്. ഒരു കമ്പനിയിലെ ബിസ്ക്കറ്റിൻ്റെ പാക്കേജിൽ ഒരു വെയിറ്റ് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ആ വെയിറ്റ് ആയിരിക്കും മിക്കവാറും ബിസ്ക്കറ്റ്സിന് ഉണ്ടാവുക, ആ പാക്കറ്റ്സിന് ഉണ്ടാവുക. വെരി ഫ്യൂ മാത്രമേ അതിനേക്കാളും കൂടുകയുള്ളൂ, അല്ലെങ്കിൽ അതിനേക്കാളും കുറയുള്ളൂ. ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. സിമ്മെട്രിക് ആൻഡ് ബെൽ ഷേപ്ഡ്. നമ്മൾ ആ ഡയഗ്രാം കണ്ടില്ലേ, അതൊരു ബെൽ ഷേപ്ഡ് ആയിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സിമ്മെട്രിക് ഉണ്ടാവും. സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ അത് നേരെ ഹാഫ് ആക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ദ ടോളസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ദ പീക്ക് ഈസ് ഓൾവേസ് ദ സെൻറ്റർ. ഏറ്റവും ഹൈറ്റ് ഉള്ളത് അതിൻ്റെ സെൻറ്റർ ആയിരിക്കും. ആ ഡിസ്ട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് എന്നാണ് പറയാം. അറിയാലോ, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ്, മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻറ്റർ മോസ്റ്റ് വാല്യൂ, മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഒക്കർ ചെയ്യുന്ന വാല്യൂ. അപ്പോൾ ഇത് മൂന്നും സെയിം ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. പിന്നെ ഒരു എംപിരിക്കൽ റൂൾ ഉണ്ട്, 68, 95, 99 എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ, ആ നോർമൽ കർവ് കണ്ടിട്ടില്ലായിരുന്നോ, അതിൽ കുറേ ബൾക്കായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ മിഡിൽ പാർട്ട് 68%, ഒരു ഡാറ്റേൻ്റെ 68% ആ ഭാഗത്താണ് ഉണ്ടാവുക. കുറച്ചും കൂടി വൈഡ് ആയാൽ അവിടെ 95% ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേർവ് എങ്കിൽ ഇത്രയും ഏരിയ 68 ആയിരിക്കും, പിന്നെ ഇത്രയും ഏരിയ 95 ആയിരിക്കും, പിന്നെ എല്ലാം ഫുൾ കേർവ് എടുക്കുകയാണെങ്കിൽ അത് 99% ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് പ്രോബ്ലം ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് തിയറി മാത്രമേ ഉള്ളൂ എന്നാണ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? മെയിൻലി സ്റ്റുഡൻസിൻ്റെ മാർക്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഫാക്ടറി ഔട്ട്പുട്ട്. നേരത്തെ ബിസ്ക്കറ്റിൻ്റെ പറഞ്ഞ പോലെ ഒരു ഡ്രിങ്കിങ് ബോട്ടിൽ 300 ml ബോട്ടിലാണെങ്കിൽ ഓരോ ബോട്ടിലിൻ്റെയും വാല്യൂ എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് 300 ml എന്ന് പറഞ്ഞാൽ മിക്കവാറും ബോട്ടിൽ 300 ml അല്ലെങ്കിൽ നടുവിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് ബോട്ടിൽസ് അതിനേക്കാളും കുറയുള്ളൂ, കുറച്ച് ബോട്ടിൽസ് അതിനേക്കാളും കൂടുള്ളൂ. ബ്ലഡ് പ്രഷർ, ഡെയിലി സെയിൽസ്, അങ്ങനത്തെ എക്സാമ്പിൾസിനൊക്കെ യൂസ് ചെയ്യുക.
പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഇത് നോർമൽ കർവ് ആണെങ്കിൽ ഈ സെൻട്രൽ മോസ്റ്റ് പോയിന്റ് 0 ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഭാഗം -1, -2, -3 അങ്ങനെ അങ്ങോട്ടേക്കാണ് പോവുക. ഇവിടുന്ന് റൈറ്റിലേക്ക് വരുന്നത് 1, 2, 3 ആണ് പോസിറ്റീവ് വാല്യൂസ് ആണ് ഉണ്ടാവുക. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്ത chi-square ഡിസ്ട്രിബ്യൂഷൻ. chi-square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് കാറ്റഗറിക്കൽ ഡാറ്റാസ് തരുമ്പോഴാണ്. ഒരു കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ടീച്ചർ 100 സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്. കാറ്റഗറി ആയിട്ട് ഡാറ്റ വന്നിട്ടുണ്ട് കൊമേഴ്സ്, സയൻസ്, ആർട്സ്. ഇപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താ എക്സ്പെക്ട് ചെയ്യുക എല്ലാവരും? മിക്കവാറും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും കുട്ടികളുടെ അഭിപ്രായം എന്നായിരിക്കില്ലേ. 33 കൊമേഴ്സ്, 33 സയൻസ്, 33 ആർട്സ്. റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 34 ആർട്സ് അങ്ങനെ ആയിരിക്കും. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് കൊമേഴ്സ് ഇഷ്ടപ്പെടുന്ന 45 കുട്ടികളുണ്ട്, സയൻസ് ഇഷ്ടപ്പെടുന്ന 30 കുട്ടികളുണ്ട്, ആർട്സ് ഇഷ്ടപ്പെടുന്ന 25 കുട്ടികളുണ്ട്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സേർവ്ഡ് ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ഡാറ്റയും തമ്മിൽ ചെറിയ ഡിഫറൻസ് വന്നില്ലേ. ഈ ഡിഫറൻസ് ആണ് chi-square ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡിഫറൻസ് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവുക. അത് കർവ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക, റൈറ്റ് സ്ക്യൂഡ് എന്നാണ് പറയുക. ഈ കർവിന് ലോങ് ടെയിലാണ് ഉണ്ടാവുക. അതായത് എക്സ്ട്രീം ഡിഫറൻസസ് ഒക്കെ കുറവായിരിക്കും എന്നാണ് ഈ ഏരിയൻ്റെ അർത്ഥം. മിക്കവാറും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ടാണ് 0-ൻ്റെ അടുത്ത് വരുന്നത്. ആ കർവ് റെപ്രസെൻ്റ് ചെയ്യും. ഇതും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ കർവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ കാര്യം ഇത്രയും മനസ്സിലാക്കി വെക്കുക. 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും വാല്യൂ ഉണ്ടാവുക. എക്സ്പെക്റ്റഡും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു വേരിയേഷൻ ആയിരിക്കും chi-square ഡിസ്ട്രിബ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഈ chi-square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക ഓൺലി വിത്ത് കാറ്റഗറീസ് ആണ്. ഇപ്പോൾ മാർക്സ് പറഞ്ഞു, അല്ല കുട്ടികളുടെ സർവേ എടുത്തു, ചോയ്സിൻ്റെ സർവേ സബ്ജക്റ്റിൻ്റെ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എസ് ഓർ നോ ആൻസേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഷേപ്പ് ചേഞ്ചസ് വിത്ത് സാമ്പിൾ സൈസ്. സാമ്പിൾ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഈ റൈറ്റ് സ്ക്യൂഡ് കുറച്ചും കൂടി നേരത്തെ ലോങ് ടെയിൽ അല്ലേ, അങ്ങനെ വല്ലാതെ ലോങ് ടെയിൽ ആവാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സാമ്പിൾ സൈസ് കുറവാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ താഴോട്ടേക്ക് ലോങ് ടെയിൽ വന്നുകൊണ്ടിരിക്കും. അടുത്തത് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ. ഈ ടി ഡിസ്ട്രിബ്യൂഷൻ ഓൾമോസ്റ്റ് സിമിലർ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷേ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വലിയ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുക. ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക സ്മോൾ സാമ്പിൾ ആണെങ്കിലാണ്. ഇപ്പം സെർച്ച് ഫോർ ടെസ്റ്റ് എ ന്യൂ സ്റ്റഡി ടെക്നിക് ഓൺ ജസ്റ്റ് 12 സ്റ്റുഡൻസ്. 12 കുട്ടികളിൽ നിന്ന് മാത്രം ഒരു ഡാറ്റ കളക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യുക ഈ ടി ടെസ്റ്റാണ്. അങ്ങനെ ഓരോ എക്സാമ്പിൾസ്. ഇപ്പോൾ ഇത് ഏകദേശം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ഉണ്ടാവുക, ചെറിയ ഡിഫറൻസ് വരും. കുറച്ചും കൂടി ഈ പീക്ക്നെസ് കുറയും, ഒന്നും കൂടി ഡെൻസ് ആവും താഴോട്ടൊക്കെ എത്തുമ്പോൾ. കണ്ടില്ലേ ഡിഫറൻസ്? ഈ ഡയഗ്രം കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. തിക്ക് ടെയിൽസ് ആണ്, താഴോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റിലാണ് ഉണ്ടാവുക, മേലോട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി സ്റ്റീപ്പായിട്ടാണ് ഉണ്ടാവുക. ഇത് യൂസ് ചെയ്യുക സ്മോൾ സാമ്പിൾസിന് വേണ്ടിയിട്ടാണ്. സ്മോൾ സാമ്പിൾസ് പറഞ്ഞാൽ ഫ്യൂവർ ദാൻ 30 ഒബ്സർവേഷൻസ്, അതാണ് കറക്റ്റ് നമ്പർ. 30-ന് താഴെ ഉണ്ടാകുമ്പോൾ ടി യൂസ് ചെയ്യും, 30-ന് മേലെ ഉണ്ടാകുമ്പോൾ സെഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സെഡ് അല്ലെങ്കിൽ നോർമൽ സെയിം ആണ്. സെഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും കേട്ടോ, നോർമൽ ഡിസ്ട്രിബ്യൂഷന് ഞാൻ പറയാൻ വിട്ടുപോയത്. കർവ് ഈസ് സിമെട്രിക് ആൻഡ് ബെൽ ഷേപ്പ് ജസ്റ്റ് ലൈക്ക് നോർമൽ ബട്ട് ടെയിൽസ് ആർ ഹെവിയർ. അതായത് താഴോട്ടേക്ക് എത്തുമ്പോൾ ആദ്യം എക്സ്ട്രീം ഹൈയും എക്സ്ട്രീം ലോയും ഉണ്ടാവില്ല, തീരെ കുറവായിരിക്കും, റെയർ ആയിരിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, കുറച്ചും കൂടി ചാൻസസ് കൂടുതലാണ്, കാരണം സാമ്പിൾ സൈസ് വളരെ കുറവാണ്.
അതുകൊണ്ടാണ് ആ ടെയിൽസിൻ്റെ ഭാഗം ഹെവിയർ ആണ്. അപ്പോൾ ഈ സാമ്പിളിൻ്റെ സൈസ് കൂടി വരുന്നതിനനുസരിച്ചിട്ട് എന്താവും, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെ ആവും അതിൻ്റെ ഡയഗ്രാം ഉണ്ടാവുക. ലാർജ് സാമ്പിൾ ലെസ് അൺസർട്ടനിറ്റി. ഇങ്ങനെയാണല്ലോ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് സർവേ എടുക്കുമ്പോൾ സാമ്പിൾ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ആ ഡാറ്റൻ്റെ ആക്യുറസി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് സ്റ്റുഡൻറ് ടി ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക ഈ ഡാറ്റ രണ്ട് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിനാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക. ഇതിൻ്റെ മേജർ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സെയിം സബ്ജക്റ്റ് 2 ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഒരു ടീച്ചർ എടുക്കുക, 2 ഡിഫറെൻറ്റ് ടീച്ചേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ മാർക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ എന്നൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റഡി ചെയ്യണം. ഒരേ സിലബസ് ആണ്, ഒരേ ടൈമുണ്ട്, ഒരേ ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസ് ആണ്, പക്ഷേ ടീച്ചിങ് സ്റ്റൈലും ടീച്ചേഴ്സും മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. അങ്ങനെ വരുമ്പം മാർക്സ് മാറുമോ എന്നൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അത് എവിടെയാണ് സ്റ്റഡി ചെയ്യുക, എഫ് ഡിസ്ട്രിബ്യൂഷനിലാണ് സ്റ്റഡി ചെയ്യുക. 2 ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ 2 മെഷീൻസ് വെച്ചിട്ട് സെയിം പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നുണ്ട്, മറ്റേ മെഷീൻ വെച്ച് ചെയ്യുമ്പം കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആണ് പ്രൊഡക്ട്സ്. അപ്പോൾ അതിനും എഫ് ഡിസ്ട്രിബ്യൂഷനാണ് യൂസ് ചെയ്യുക. അങ്ങനെ ഇത് വരയ്ക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളെ കൈ സ്ക്വയർ പോലെ തന്നെ റൈറ്റ് സ്ക്യൂഡ് ആയിട്ടാണ് ഉണ്ടാവുക. സ്റ്റാർട്ട് വിത്ത് 0, പോസിറ്റീവ് ആയിട്ടായിരിക്കും ഡാറ്റ ഉണ്ടാവുക, 0ൻ്റെ താഴെ പോയില്ല. The main feature, it compares the spread അല്ലെങ്കിൽ വേരിയബിലിറ്റി ഓഫ് 2 ഗ്രൂപ്പ്സ്. വാല്യൂസ് ഓൾവേസ് 0 or പോസിറ്റീവ്. ഏകദേശം ഒക്കെ കൈ സ്ക്വയർ പോലെ തന്നെയാണ്. ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്, വിച്ച് കമ്പയർസ് അവറേജസ് അക്രോസ് 3 or more ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ് മാത്രമല്ല, 3 or 4 അങ്ങനെ എത്ര ഗ്രൂപ്പ്സ് തമ്മിലുള്ള വേരിയേഷൻസ് അറിയാനും നമ്മൾ ഈ എഫ് ടെസ്റ്റ് അല്ലെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഈ 4 തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നോർമൽ കർവ് സിമെട്രിക് ആയിരിക്കും, കൈ സ്ക്വയർ റൈറ്റ് സ്ക്യൂഡ് ആയിരിക്കും, എഫ് ഡിസ്ട്രിബ്യൂഷനും റൈറ്റ് സ്ക്യൂഡ് ആയിരിക്കും. ടി ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക് ആണ്, പക്ഷെ കുറച്ചും കൂടി ഫാറ്റർ ടെയിൽസ് ആയിരിക്കും. എപ്പോഴൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക, മാർക്സ്, ഹൈറ്റ്സ്, വെയ്റ്റ്സ് ഒക്കെ വരുമ്പോൾ. കൈ സ്ക്വയർ യൂസ് ചെയ്യുക സർവേ ചോയ്സ്, കാറ്റഗറി ഒക്കെ തരുമ്പോൾ. ടി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക സ്മോൾ ക്ലാസ് ആകുമ്പോൾ, അല്ലെങ്കിൽ ലെസ് ദാൻ 30 ഡാറ്റ ആണ് കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റഡിയാണ് നടത്തണമെങ്കിൽ. എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക 2 or more ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക വലിയ ഗ്രൂപ്പായിരിക്കും, കൈ സ്ക്വയർ കാറ്റഗറീസ് ആയിരിക്കും തരിക. ടി ഡിസ്ട്രിബ്യൂഷൻ സ്മോൾ ഗ്രൂപ്പ്സ് ആയിരിക്കും, ലെസ് ദാൻ 30 സ്മോൾ സാമ്പിൾസ് ആയിരിക്കും. എഫ് ഡിസ്ട്രിബ്യൂഷൻ കമ്പയറിങ് വേരിയബിലിറ്റി. ഇത് 4ആണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തിയറി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെയിൻലി തിയറി മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇനി പ്രോബ്ലം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം കൂടി ഞാൻ എടുക്കാം. ഓക്കെ, താങ്ക്സ്.